2009 ഞാൻ ഒരു പാർലമെൻറ്റ് അംഗമായ ആ ഘട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലാണ് ഞാൻ കോട്ടയത്ത് ചെല്ലുമ്പോഴും അവിടെയുള്ള പ്രമുഖമായ എല്ലാ ചാനലുകാരും വട്ടത്തിൽ നിർത്തി ചർച്ച നടത്തുമ്പോൾ കേരള അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ലോക്സഭാ മെമ്പർ എന്ന നിലയ്ക്ക് ഏറ്റവും ആദ്യത്തെ അജണ്ട എന്തായിരിക്കും എന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി. ഞാൻ മുന്നോട്ട് വെച്ചത് നമുക്ക് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വേണം, പക്ഷേ ഇന്ന് കോട്ടയത്തെ സംബന്ധിച്ചോളം കേരളത്തെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് കോട്ടയവും പാലായെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം മറ്റൊന്നുമല്ല, നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അക്ഷരനഗരിയായ ലാൻഡ് ഓഫ് ലെറ്റേഴ്സായ അറിവിൻ്റെ കേന്ദ്രമായ ഈ പ്രദേശത്തെ ഒരു നോളജ് സിറ്റിയാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് അവർ ചോദിച്ചു, നോളജ് സിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വലിയ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ അങ്ങനത്തെ പറ്റുമോ, അതൊരു പോളിസി ഡിസിഷനായിട്ട് അല്ല കേന്ദ്രമാകട്ടെ സംസ്ഥാനമാകട്ടെ എങ്ങനെ എടുത്തെങ്കിലല്ലേ പറ്റൂ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതല്ല, അതിൻ്റെ പിന്നിൽ ഒരു വ്യക്തി മതി നമുക്ക് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അതിനുള്ള ശ്രമം അന്ന് തൊട്ട് തുടങ്ങി. നമുക്കറിയാം ഇത്രയും വ്യക്തമായ 10 വർഷങ്ങളെടുത്തു, പക്ഷെ അങ്ങനെ ഒരു കാര്യത്തിൽ നമ്മൾ പോയി കേന്ദ്രവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് പ്രസ്ഥാനങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നത് അവിടെ അതിന് അങ്ങനെ നമുക്ക് ലഭിച്ചതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇന്ന് വലവൂരിലുള്ളത്. ആ ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ സയൻസ് സിറ്റി, അതുപോലെ തന്നെ ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് തൊഴിൽ വരുന്നത്, അതുകൂടാതെ കേന്ദ്ര വിദ്യാലയം രണ്ടാമത്തത്, ഇങ്ങനെ പല വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ. ഇന്ന് പലരും വിദേശത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ പഠിക്കുവാൻ, ഇവിടെ തന്നെ അവർക്ക് ശമ്പളം 1 ലക്ഷം 2 ലക്ഷം ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഒരു മാസം കിട്ടുന്ന ഇതിലേക്ക് പോകുമ്പോൾ ഇവരൊന്നും പുറത്തേക്ക് പോകില്ല. പക്ഷെ ഞാനൊരു ഒറ്റ ഉദാഹരണം, ഞാൻ മറ്റേ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്, ഈ IIIT എന്ന് പറയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇന്നിപ്പോൾ ബ്രില്യൻറ്റിൽ കുട്ടികൾ പഠിക്കുന്നു. എന്തിനാണ്? 1 മെഡിസിൻ, 2 എഞ്ചിനീയറിംഗ് ആണെങ്കിൽ JEE മെയിൻ എക്സാം എഴുതും, അത് IITയും IIITക്ക് വേണ്ടിയാണ്. ആ എക്സാം എഴുതി അതിൽ റാങ്ക് കിട്ടുന്നവരാണ് ഇവിടെ വരുന്നത്. മിടുക്കന്മാരായ അല്ലെങ്കിൽ മിടുക്കരായുള്ള വിദ്യാർത്ഥികളാണ് അവിടെ വരുന്നത്. അപ്പോൾ ആ പ്രസ്ഥാനം കൊണ്ടുവരാനായിട്ട് എന്തെല്ലാം അതിൻ്റെ പിന്നിലുണ്ട്. ഒന്ന്, അത് കേരള സംസ്ഥാനത്തിന് അനുവദിക്കണം. കേരള സംസ്ഥാനത്തിൽ വരുന്നത് കോട്ടയത്തിലേക്ക് അനുവദിക്കണം. അവിടെ പാലാ നമ്മുടെ മനസ്സിൽ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അത് പാലായിലേക്ക് വരണം. അവിടെ നമുക്കൊരു ഗ്രാമത്തിലേക്ക് കൊണ്ടുവരണം. പാലാ മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ ഇടയില്ല. അപ്പോൾ ഗ്രാമത്തിലേക്ക് വലവൂരിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ സ്ഥലം വേണം. 50 ഏക്കർ സ്ഥലം കണ്ടുപിടിച്ചു, അക്വിസിഷൻ നടത്തി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം അവിടെ ആ പ്രസ്ഥാനം പണിത് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേന് കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞു, നിങ്ങളുടെ അക്കാഡമിക് ഇയർ ഇപ്പോൾ ആരംഭിച്ചില്ലെങ്കിൽ ഇത് വിട്ടുപോകും, അടുത്തത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഈ കുട്ടികൾ അന്ന് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളെ പോയി അമൽജ്യോതി താമസിപ്പിച്ചു. അത് കഴിഞ്ഞ് അവിടുന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ അസൗകര്യം ഉള്ളതുകൊണ്ട് നേരെ തിരുവനന്തപുരത്തേക്ക് 2 വർഷം താമസിച്ചു ലാത്തിയിൽ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷത്തെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഏതാണ്ട് ഒരു 3 വർഷം കൊണ്ട് തിരിച്ച് നമ്മളെ അവരെ കൊണ്ടുവന്നു അവിടെ ആരംഭിക്കുകയുണ്ടായി. ഇതൊന്നും ഞാനൊന്നും പൊതുജനത്തിനെ അറിയിച്ചില്ല, പക്ഷെ നമുക്കിത് യാഥാർത്ഥ്യമാക്കണം എന്നുള്ളത് കൊണ്ടൊരു പബ്ലിസിറ്റിയിലേക്ക് പോയില്ല. ഇന്നത് യാഥാർത്ഥ്യമാക്കി 2800ഓളം കുട്ടികൾ അവിടെയുണ്ട്. അതുമാത്രമല്ല, ഇന്ന് ഇന്ത്യയുടെ നമ്പർ 1 സ്ഥാപനമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 മാസക്കാലം മുമ്പ് കേന്ദ്രത്തിൻ്റെ ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവരിവിടെ വരികയുണ്ടായി. അവരുടെ പോർട്ട്ഫോളിയോ അല്ല, പക്ഷെ അവർ വരുന്നു, കാണുന്നു. എങ്ങനെയാണ് നമ്പർ 1 ആകുന്നത്? ഏറ്റവും കൂടുതൽ കുട്ടികൾ, ഏറ്റവും കൂടുതൽ ഫാക്കൽറ്റി മെമ്പർ, ഏറ്റവും കൂടുതൽ റിസർച്ച് നടത്തുന്ന ഒരു പ്രസ്ഥാനം. അതുമാത്രമല്ല, പ്ലേസ്മെൻറ്റ് ജോലി കിട്ടുമ്പോൾ ഇപ്പോൾ 65 തൊട്ട് 75 ലക്ഷം രൂപ ഒരു ആനുവൽ പേ എന്ന് പറയുമ്പോൾ 5 ലക്ഷം 5.5 ലക്ഷം രൂപ ഇവിടെയുള്ള കുട്ടികൾക്ക് ശമ്പളമായി കിട്ടുമ്പോൾ എന്തിനു വിദേശത്ത് പോയി 2 ലക്ഷം മേടിക്കും? അതൊരു ലക്ഷ്യമല്ല. ഇനി അത് മാത്രമാണോ? അതിൻ്റെ ചുറ്റുപാടുമുള്ളവർ 250 പേർക്ക് ജോലിയായി, അവർക്ക് അതിനകത്തുള്ള ആ ചുറ്റുപാടുള്ള പേയിങ് ഗസ്റ്റായി. ഇനി അടുത്ത ലക്ഷ്യമല്ല, അവിടെ നിന്ന് നമ്മൾ മാറുമെന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ഇവിടെ തന്നെ നമുക്ക് ജോലിക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നെങ്കിൽ അതൊരു ഇൻഫോ പാർക്ക്, ഇൻഫോ സിറ്റി ആയിട്ട് കൊണ്ടുവരണം. എത്രയോ 10,000-ൽ കൂടുതൽ 15,000-ഓളം പേരാണ് ഇന്ന് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് ജോലി ചെയ്യുന്നത്. ഇത് ഇവിടെ വന്നു കഴിയുമ്പോൾ പാലായ്ക്ക് വേണ്ടി മാത്രമല്ല, ഈ കോട്ടയം ജില്ലയിൽ അടുത്ത പ്രദേശത്തെ മുഖച്ഛായ തന്നെ മാറുകയാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഏറ്റവും കൂടുതൽ സൗകര്യമുള്ളതല്ലേ. ഇന്ന് പാലാ വളരണം, മലയോര പ്രദേശങ്ങളിൽ നമുക്ക് വളരണം എന്നുണ്ടെങ്കിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട, ഞാൻ ഓർക്കുന്നു അച്ചാച്ചനും KM സാറുള്ള ആ ഘട്ടത്തിൽ ഇന്ന് ടൂറിസത്തിന് വേണ്ടി നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി. എന്താണ്? ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കി.
അത് പിലിഗ്രിം ടൂറിസം, അതോടൊപ്പം തന്നെ ഗ്രീൻ ടൂറിസം. ഇതുമായി ബന്ധപ്പെട്ട് പ്ലാനിംഗ് ബോർഡിൽ ഇതൊരു പ്രോജക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്തു. പ്ലാനിംഗ് ബോർഡ് എല്ലാത്തിനും ഒന്നും അനുവദിക്കത്തില്ല, കാരണം അത് ഭയങ്കര സ്ക്രൂട്ടണി ഉള്ളതാണ്. അങ്ങനെ പ്ലാനിംഗ് ബോർഡിന് ഇത് കൊടുത്തതിന് ശേഷം അവർ ഇൻ പ്രിൻസിപ്പൽ അനുവദിച്ചു. ഏതാണ്ട് 99 കോടി രൂപയോളം പ്രപ്പോസൽ വന്നു. ആദ്യമേ എന്താ ചെയ്തത്? ഇലവീഴാപ്പൂച്ചകളിലേക്ക് ചെന്നു. അവരാരും നമ്മുടെ നാട്ടുകാർ പോലും കണ്ടിട്ടില്ലാത്ത പ്രദേശം, മനോഹരമായ പ്രദേശം, അവിടെ ഒരു തടാകം ഉണ്ടാക്കി. അത് ഇറിഗേഷൻ വകുപ്പിനെ കൊണ്ടൊരു തടാകം. വലിയ പ്രതിസന്ധിയുണ്ട് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ. നടക്കുകയില്ല എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഞങ്ങൾ നടത്തിയെടുത്തു. അങ്ങോട്ടുള്ള റോഡുണ്ട്. ആ റോഡ് നമുക്കറിയാം, അങ്ങോട്ട് കടന്നു പോകാനും ജീപ്പയിലേ പോകാൻ പറ്റുള്ളൂ. ആ റോഡ് അത് പ്രപ്പോസ് ചെയ്തു, ടെൻഡറായി, നടപടിയെടുത്തു, അത് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ചില പ്രശ്നങ്ങൾ വന്നു. കോൺട്രാക്ടർ കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി, ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. വീണ്ടും ഈ സർക്കാരാണ് അത് ഏറ്റെടുത്ത് നമുക്ക് പൂർത്തീകരിക്കാൻ പറഞ്ഞത്. ഇല്ലിക്കക്കല്ല് അവിടെ വന്നു. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? എല്ലാ ശനിയും ഞാനൊക്കെ ആയിരങ്ങൾ അവിടെ വരും, ബൈക്കും കാറയിലും ഒക്കെ കാണാൻ. പക്ഷെ അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. അതല്ല അതിൻ്റെ പ്രപ്പോസൽ. അതിനപ്പുറത്തേക്ക് വിഭാവനം ചെയ്തിരുന്നു. അവിടെ താമസ സൗകര്യം വേണം, അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. അത് മാത്രമല്ല, അവിടെ നമ്മുടെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോട് കൂടി ഡെവലപ്മെൻറ്റ് വരേണ്ടതുണ്ട്. പക്ഷെ അവിടെ നിന്നുപോയി. അതിനപ്പുറത്തേക്ക് ഈ കഴിഞ്ഞ 7 വർഷക്കാലത്തിന് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരാൾ കണ്ടു കഴിഞ്ഞ് അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും കാണാൻ പോകില്ല. അപ്പോൾ നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലും പലരും കുട്ടികളും മാതാപിതാക്കളും ചിലപ്പോൾ ഒക്കെ സൗകര്യമുള്ളവർ പോകാമായിരിക്കും. അവർ പോയി കണ്ടാലും വീണ്ടും ചിലപ്പോൾ പോകും. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോൾ പിലിഗ്രിം ടൂറിസവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ പ്രദേശത്തുള്ള നമ്മുടെ ക്ഷേത്രങ്ങളും ദേവാലയങ്ങൾക്ക് വേണ്ടി മറ്റൊരു പദ്ധതി, ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് സംയോജിപ്പിച്ചുകൊണ്ടാണ് ചെയ്തത്. ഈ നാലമ്പലം രാമപുരവുമായി ബന്ധപ്പെട്ട് ആ നാലമ്പലത്തിലുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്തു. ആ ഒരുക്കി കൊടുത്ത ചുറ്റുപാടുമുള്ള റോഡുകൾ ഉൾപ്പെടെ 65 കോടി രൂപ മുടക്കി അവിടുത്തെ കുളങ്ങൾ സംരക്ഷിച്ചു. അവിടുത്തെ അമ്യൂണിറ്റി സെൻ്ററാക്കി. ഇന്ന് നമ്മുടെ എടപ്പാടിലുള്ള ആനന്ദശംഭവ ക്ഷേത്രം, അവിടുത്തെ നവീകരണം, ശ്രീനാരായണ ഗുരുദേവൻ വന്ന ഒരു സന്ദർശിച്ച പ്രദേശമാണ്. അണങ്ങാത്തുള്ള ക്ഷേത്രത്തിന് അമ്യൂണിറ്റി സെറ്റ് ചെയ്ത് കൊടുത്തു. നമുക്ക് ആരാധനാലയങ്ങൾ ചെയ്തു. അത് പിലിഗ്രിം ടൂറിസം. ആ കോൺസെപ്റ്റ് ഇന്ന് ഈ ഒരു ഐഡിയ ഇന്ന് കേന്ദ്രം ഏറ്റെടുത്തിരിക്കുക. അത് നമ്മൾ മുന്നോട്ട്. അപ്പം ഇങ്ങനെയുള്ള പദ്ധതികൾ കൊണ്ടുവന്നെങ്കിലേ നമുക്ക് കഴിയൂ. ഈ അടുത്ത നാളിൽ ഇപ്പോൾ ഇവിടെ ചോദിച്ചു, എന്താണ് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടുള്ള ഇഴവീഴ പൂഞ്ചിറയുടെ ഇടയ്ക്ക് അവിടെ മുനിയറ ഗുഹയിലേക്കും അവിടെ നിന്ന് മലങ്കര ഡാം കാണാവുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നമ്മളൊരു ചെക്ക് ഡാം കഴിഞ്ഞ ദിവസം ഞാൻ ഇടപെട്ട് അവിടെ 1,99,00,000 2 കോടിയോളം മുടക്കി അത് ASNTS ടെൻഡറിലേക്ക് പോവുകയാണ്. അവിടെയുള്ള അമ്യൂണിറ്റി സെൻ്റർ 25 ലക്ഷം രൂപ നമ്മൾ കൊടുത്തു. വാദേശികസമുണ്ട്, ഹൈമാസ് ലൈറ്റ് കൊടുത്തു. അവിടുത്തെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട്, ഇവിടുത്തെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്യാൻസർ സെൻ്റർ, നമുക്കറിയാം ക്യാൻസർ സെൻ്റർ എന്നുള്ളത് ഒരു താലൂക്ക് ആശുപത്രിയിലോ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രികളിലല്ല, ഒരിടത്തുമില്ല. ഇന്ന് എറണാകുളത്ത് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇവിടെ നമ്മുടെ സർക്കാരിനോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാന സർക്കാരിനോ അങ്ങനെ ഒരു പദ്ധതിയില്ല. മെയിൻ സെൻറ്റേഴ്സ് മാത്രം തിരുവനന്തപുരത്ത്, കോഴിക്കോട്, എറണാകുളത്ത്. പക്ഷേ അത് കോട്ടയത്തല്ല, നമ്മുടെ സ്വന്തം സ്ഥലത്തായി പാലായിലേക്ക് കൊണ്ടുപോയി. എത്രയോ ക്യാൻസർ രോഗികളുണ്ട്, അവർക്കൊരു സഹായമായി വന്നിരിക്കുകയാണ്. അതിന് നമുക്ക് മറ്റൊരു പദ്ധതിയിൽപ്പെടുത്തി അത് മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ കൂടി 25 കോടി രൂപ മുടക്കിയുള്ള പ്രസ്ഥാനം അവിടെ വന്നു. ഏതാണ്ട് അതിൻ്റെ ബിൽഡിംഗ് തീരുകയാണ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഇതിൻ്റെ പിതൃത്വം എടുത്തിട്ട് അവിടുത്തെ ഗ്രാമത്തിൽ ടൂറിസം കൊണ്ടുവന്ന് ഞാനാണ്, ചെക്ക് ഡാം കൊണ്ടുവന്ന് ഞാനാണ്. ഈ പറയുന്ന ഈ IITയെയും അതോടൊപ്പം തന്നെ നമ്മുടെ ആശുപത്രി, അവിടെ റേഡിയേഷൻ നടക്കുമ്പോൾ മറ്റു ചുറ്റുപാടുമുള്ളവർക്ക് രോഗം പിടിപെടും എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി പറഞ്ഞാൽ അവഹേളിക്കുകയല്ലേ, പരിഹസിക്കുകയല്ലേ? ഇത് വാസ്തവത്തിൽ രോഗികളെ പോലും അപമാനിക്കുകയല്ലേ? ഞാൻ അതിലേക്ക് കിടക്കുന്ന വിഷമമുണ്ട്, പ്രയാസമുണ്ട്. കാരണം നമ്മളൊരു വികസനമായി മുന്നേറുമ്പോൾ അതിനെ തടസ്സമിടാനാണ് നോക്കുന്നത്. ചെയ്യാൻ പറ്റും, അവർക്ക് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? അതിൻ്റെ പിതൃത്വമൊക്കെ ഏറ്റെടുത്തിട്ട് ഞാനാ ചെയ്തതെന്ന് പറയട്ടെ. അത് കുറ്റപ്പെടുത്തുകയും ചെയ്യും, പിതൃത്വം ഏറ്റെടുക്കുകയും ചെയ്യും. IIT അത് പട്ടിക മുഴുവൻ തേങ്ങ കിട്ടിയതാണെന്ന് പറഞ്ഞു. ഞാൻ ഇതിലേക്ക് കിടക്കുന്നില്ല, നിങ്ങളിത് ചാനലിനകത്തൊക്കെ ഉള്ള കാര്യമല്ലേ. പക്ഷേ നിർമ്മലാ സീതാരാമൻ അവിടെ വന്നപ്പോൾ ആ സ്ഥാപനത്തിലേക്കല്ലേ കാണാനായിട്ട് ഓടിയെത്തിയത് ഇവര്.
ആ സാധനം അന്നാണ് ആദ്യമേ ഒരുപക്ഷെ കാണുന്നതായിരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് പാലായിൽ ഇനിയും മുന്നോട്ട് പുരോഗതിയിലേക്ക് പോകേണ്ടതുണ്ട്. അത് കഴിയണമെന്നുണ്ടെങ്കിൽ ദീർഘവീക്ഷണത്തോടുകൂടി പഴയ ആ ഉയരങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ദീർഘവീക്ഷണത്തോട് വികസന പദ്ധതികൾ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ കഴിയൂ. ഇന്ന് വിവിധ പദ്ധതികൾ ഇന്ന് പാലാ ചുറ്റുപാടുമുണ്ട്. ഇപ്പോൾ നമ്മുടെ റെയിൽവേ വികസനം അവിടെ വന്നിരിക്കുന്ന ആ പറയുന്ന സെക്കൻഡ് എൻട്രി ഉൾപ്പെടെയുള്ള ലോക്സഭയിൽ നിന്ന് മാറുന്നെങ്കിൽ 20 കോടി രൂപയുടെ വികസന പദ്ധതികൾ, പാസ്പോർട്ട് ഓഫീസ്, ഇന്ന് റീജിയണൽ ഓഫീസ് എന്ന് പറയുന്നത് അത് എറണാകുളത്തും തിരുവനന്തപുരത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആദ്യത്തെ സേവാകേന്ദ്രം നമ്മൾ കോട്ടയത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് കോട്ടയത്തുകാർക്ക് മാത്രമല്ല, പാലായിലുള്ള വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഒരു ഐഡൻറ്റിറ്റി കാർഡാണ് അന്നത്തെ കാലഘട്ടത്തിൽ പാസ്പോർട്ട് എന്ന് പറയുന്നത്. എത്രയും മനോഹരമായ വർക്കത്തിൽ നടക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ബൃഹത്തായ പദ്ധതികളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം നടക്കുന്നത് നമ്മൾ ഒരുമിച്ച് നടത്തുമ്പോഴാണ്, ഒരുമിച്ച് കൂടുമ്പോഴാണ്. ആ ഒരുമിച്ച് കൂട്ടി എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിതെല്ലാം സാധ്യമാകുള്ളൂ. അപ്പോൾ ഈ സന്ദർഭത്തിൽ തീർച്ചയായും നമ്മുടെ ഓരോരുത്തരെയും, ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. പിന്നെ എപ്പോഴും എൻ്റെ ഒരു ഹൃദയത്തിൽ ആഴത്തിൽ പാല എന്ന് പറയുന്ന ആ പ്രസ്ഥാനം അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് കൂടുതൽ സംരംഭങ്ങൾ വരണം എന്നുള്ള ഒരു എപ്പോഴും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോക്സഭയിലാണെങ്കിലും ഇത് പാലാ കേന്ദ്രീകരിച്ച് അതിൻ്റെ ചുറ്റുപാടും കേന്ദ്രീകരിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ ഈ പ്രദേശത്തിന് അതിൻ്റെ പ്രത്യേകതയുണ്ട്. അതിനെ കൊണ്ട് എത്തിക്കുവാൻ നമ്മുടെ എല്ലാവരെയും സഹകരണവും പിന്തുണയും അനുഗ്രഹവും ഉണ്ട്. എപ്പോഴും ഈ ഭവനം എന്ന് പറയുന്നത് നമുക്കറിയാം, അച്ചാച്ചനുള്ളപ്പോൾ മുഴുവൻ സമയവും ഇത് എപ്പോഴും എല്ലാവർക്കും തുറന്നു കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പോഴും മുഴുവൻ സമയവും ഈ കഴിഞ്ഞ 7 വർഷക്കാലമായി ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളോട് ഏത് കാര്യത്തിനും ആർക്കും നമ്മളെ സമീപിക്കാവുന്നതാണ്. നിങ്ങളോടൊപ്പം കൂടപ്പുറപ്പായിട്ട് ഞാൻ ഉണ്ടാകും.